Block diagram of control system. കഴിഞ്ഞ വീഡിയോയിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി നമ്മുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, അതിനകത്ത് ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതിന് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യും. ബ്ലോക്ക് ഡയഗ്രാം മെത്തേഡ് യൂസ് ചെയ്യും, സിഗ്നൽ ഫ്ലോ ഗ്രാഫ് മെത്തേഡ് യൂസ് ചെയ്യും. ഇതിനകത്ത് ബ്ലോക്ക് ഡയഗ്രാം മെത്തേഡാണ് പറയുന്നത്. ബ്ലോക്ക് ഡയഗ്രാം മെത്തേഡിൽ ഓരോ പാർട്സും സിസ്റ്റം ഓരോ പാർട്സും ഓരോ ബ്ലോക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആ ബ്ലോക്കിൽ എഴുതും. ഈ സിസ്റ്റത്തിന് ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ബി CS by RS ആയിരിക്കും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സിസ്റ്റത്തിനെ ഒരു റെഡ്യൂസ്ഡ് ഫോമിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതൊരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആണ് വരച്ചിരിക്കുന്നത്. ഫോർവേഡ് പാത്തിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ GSഉം റിവേഴ്സ് പാത്തിലുള്ള HS ഉം. ഇതിനകത്ത് രണ്ട് ടേംസ് പഠിക്കാനുണ്ട്. ഒന്ന് ടേക്ക് ഓഫ് പോയിന്റ്. ടേക്ക് ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ സിഗ്നലിന് വേറെ പാത്തിലോട്ട് മാറ്റുകയാണെങ്കിൽ അത് ടേക്ക് ഓഫ് പോയിന്റ് ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ A ഇൻപുട്ട് G1 കൂടെ B ആവും, G2 കൂടെ C ആവും. ഇപ്പൊ രണ്ട് പാത്താണ്. അപ്പൊ ഡൈവേർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ടേക്ക് ഓഫ് പോയിന്റ്. ഇനി സിഗ്നൽസ് തമ്മിൽ കമ്പാരിസൺ നടക്കുന്ന ഒരു പോയിന്റാണ് നമ്മൾ സമ്മിങ് പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പം എയും സിയും രണ്ട് സിഗ്നൽ ഉണ്ടെങ്കിൽ ഒരു സമ്മിങ് പോയിന്റ് വെച്ചിട്ട് അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ നടത്താം. ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ റൂൾസ്. ഫസ്റ്റ് റൂള് സീരിയലി കണക്റ്റഡ് ബ്ലോക്സ്. രണ്ട് ബ്ലോക്സ് സീരിയലി കണക്റ്റഡ് ആണ്. XS ഇൻപുട്ട്, YS ഔട്ട്പുട്ട്. G1S ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ളത് ഔട്ട്പുട്ട് US ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓർ US നമുക്ക് XS into G1S എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ YS will be US into G2S. ഓർ നമ്മൾ USന് XS G1S സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. YS will be equal to XS into G1S G2S. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് സിംഗിൾ ബ്ലോക്ക് ആക്കി മാറ്റാം. ഇപ്പൊ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഇപ്പൊ സീരിയലി കണക്റ്റഡ് ബ്ലോക്സ് ആണെങ്കിൽ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ല, അതിന്റെ ആ ബ്ലോക്സിന്റെ അകത്തുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ആ ബ്ലോക്സിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ആയിരിക്കും. ഇനി പാരലൽ കണക്റ്റഡ് ബ്ലോക്സ് ആണെങ്കിൽ ഈ രണ്ട് G1S ഉം G2S ഉം പാരലലി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഡയറക്ഷൻ ശ്രദ്ധിക്കണം, ഫോർവേഡ് ഡയറക്ഷൻ ആണ്. ഫോർവേഡ് ഡയറക്ഷൻ എന്നാൽ ഫ്രം ഇൻപുട്ട് സൈഡ് ടു ഔട്ട്പുട്ട് സൈഡ് ആണ്. ഈ സിഗ്നൽസ് ആഡ് ചെയ്തിരിക്കുന്ന ഒരു സമയം പോയിന്റ്. ഇപ്പൊ YS will be Y1S plus Y2S. Y1S output from G1S, Y2S output from G2S. Equations കൊടുക്കാം. Y1S XS into G1S, Y2S XS into G2S ആഡ് ചെയ്യാം. or YS equal to XS into G1S plus G2S. ഇതിന്റെ മീനിങ് രണ്ട് ബ്ലോക്സ് പാരലൽ ആണെങ്കിൽ അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഡിഷൻ ആയിരിക്കും. ആ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ അഡിഷൻ ആയിരിക്കും. ഇനി ഫീഡ്ബാക്ക് ലൂപ്പ്. ഫീഡ്ബാക്ക് ലൂപ്പ് ആകുമ്പോൾ റിവേഴ്സ് കണക്ഷൻ ആണ്. നേരത്തെ പറഞ്ഞാൽ ഫോർവേഡ് ഫ്രം ഇൻപുട്ട് ഔട്ട്പുട്ട്, ഫീഡ്ബാക്ക് തന്നെ ഔട്ട്പുട്ട് ടു ഇൻപുട്ട്. ഈ സമ്മിങ് പോയിന്റിൽ ഫീഡ്ബാക്ക് പ്ലസോ മൈനസോ ആയിരിക്കും. GS forward transfer function, HS reverse transfer function. And overall transfer function will be forward transfer function divided by 1 minus or plus of. നമ്മൾ ആഡ് ചെയ്യുന്ന
പ്ലസ് ഓർ മൈനസ് വെച്ചാണെങ്കിൽ ഇവിടെ മൈനസ് ഓർ പ്ലസ് വെച്ചിട്ടായിരിക്കും ഇവിടെ ആഡ് ചെയ്യുന്നത്. മൈനസ് ഓർ പ്ലസ് ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻറ്റു റിവേഴ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അടുത്തത് ഇന്റർചേഞ്ച് ഓഫ് ദ സമ്മിംഗ് പോയിന്റ്സ്. രണ്ട് സമ്മിംഗ് പോയിന്റ്സ് അടുത്തടുത്ത് വരികയാണെങ്കിൽ അവരെ ഇന്റർചേഞ്ച് ചെയ്യാം. സിഗ്നൽ ചേഞ്ച് വരത്തില്ല. നെക്സ്റ്റ് ഷിഫ്റ്റിംഗ് ഓഫ് ടേക്ക് ഓഫ് പോയിന്റ് ഫ്രം ബിഫോർ ദ ബ്ലോക്ക് ടു ആഫ്റ്റർ ദ ബ്ലോക്ക് ആൻഡ് ആഫ്റ്റർ ദ ബ്ലോക്ക് ടു ബിഫോർ ദ ബ്ലോക്ക്. രണ്ട് രീതിയിലും ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുന്ന ബിഫോർ ദ ബ്ലോക്ക് ടു ആഫ്റ്റർ ബ്ലോക്ക്. ഇപ്പൊ ടേക്ക് ഓഫ് പോയിന്റ് ജി എസിന് മുന്നേ ആണ്. ആ ജി എസ് കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ ആ ടേക്ക് ഓഫ് പോയിന്റ് പാത്തിൽ ഒരു 1/GS വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓർ ഏത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ആണ്, ഏത് ബ്ലോക്കിലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചത് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഷിഫ്റ്റിംഗ് ടേക്ക് ഓഫ് പോയിന്റ് ഫ്രം ആഫ്റ്റർ ദ ബ്ലോക്ക് ടു ബിഫോർ ദ ബ്ലോക്ക്. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടേക്ക് ഓഫ് പോയിന്റ് ആ പാത്തിൽ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷന് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. സമ്മിംഗ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബിഫോർ ബ്ലോക്ക് ടു ആഫ്റ്റർ ബ്ലോക്ക് വരുമ്പോൾ ആ സമ്മിംഗ് പോയിന്റ് ആ പാത്തിലോട്ട് ജി എസ് മൾട്ടിപ്ലൈ ചെയ്യണം. ആഫ്റ്റർ ടു ബിഫോർ ആകുമ്പോൾ ആ പാത്തിൽ ഡിവിഷനാണ്, ജി എസ് വെച്ച് ഡിവിഷനാണ് വരുന്നത്. ഇതൊരു പ്രോബ്ലം ഒരു സിസ്റ്റം റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഈ സിസ്റ്റത്തിൽ സം സീരിയലി കണക്റ്റഡ് ഉണ്ട്, പാരലൽ കണക്റ്റഡ് ഉണ്ട്, ഫീഡ്ബാക്സ് ഉണ്ട്. G1, G2, G3 സീരിയലി കണക്റ്റഡ്, മൾട്ടിപ്ലിക്കേഷൻ G1, G2, G3 ആവും. G4, G5, G6 പാരലൽ കണക്ഷൻ, അഡിഷൻ G4, G5, G6 ആവും. ഇനി G1, G2, G3 ബ്ലോക്കും H0 ബ്ലോക്കും ഫീഡ്ബാക്ക് കണക്ഷൻ ആണ്. അത് നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിവൈഡ് ബൈ 1 മൈനസ് ആണ്. ഇവിടെ പ്ലസ് സിമ്പിൾ ആണ്. 1 മൈനസ് ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻറ്റു റിവേഴ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ആ ബ്ലോക്കും G4 പ്ലസ് G5 പ്ലസ് G6 ബ്ലോക്കും സീരിയൽ ആണ്, മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അത് H1 ആയിട്ട് ഫീഡ്ബാക്ക് ആണ്. ഇപ്പോൾ ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിവൈഡ് ബൈ 1 പ്ലസ് വരും. ഇത് മൈനസ് ആയിട്ട് 1 പ്ലസ് ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻറ്റു റിവേഴ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുക. അത് സോൾവ് ചെയ്ത് സിംപ്ലിഫൈഡ് ഫോമിലോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ CS/RS കിട്ടും. അടുത്ത എക്സാമ്പിൾ, ഈ ബ്ലോക്കിനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇതിൽ എങ്ങനെ നമുക്ക് ഷിഫ്റ്റിംഗ് നടത്തിയിട്ട് നമുക്കൊരു സോൾവബിൾ ഫോമിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ സമ്മിംഗ് പോയിന്റ് ബിഫോർ G1 ആഫ്റ്റർ G1ലോട്ടൊന്ന് കൊണ്ടുവരാം. അതിൻ്റെ റൂൾ വെച്ചിട്ട് ബിഫോർ G1 ആഫ്റ്റർ G1ലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ G1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. H1 പാത്തിലാണോ നമ്മൾ G1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ G1 H1 ആവും ആ പാത്തിൽ. ഇനി രണ്ട് സമ്മിംഗ് പോയിന്റ്സ് അഡ്ജസന്റ് ആയിട്ട് വരുന്നു, ഇന്റർചേഞ്ച് ചെയ്യാം. G1 G2 പാരലൽ പാത്ത്, G3 G1 H1 ഫീഡ്ബാക്ക് പാത്ത്. സോൾവ് ചെയ്യാം. രണ്ട് ബ്ലോക്ക് സീരീസ് ആയിട്ട് വരും, മൾട്ടിപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഇക്വേഷൻ എഴുതാം. ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടേക്ക് ഓഫ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്യാം. ടേക്ക് ഓഫ് പോയിന്റ് ആഫ്റ്റർ G2 ടു ബിഫോർ G2 ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പൊ G2 H1 ആ പാത്തിൽ വരും. ഇനി G2 G3 പാരലലായി
സോൾവ് ചെയ്യാം. Again, take off point before G2 plus G3 block, after G2 plus G3 block ചെയ്യാം. പാത്തിൽ ഡിവൈഡ് ബൈ G2 plus G3 ചെയ്യേണ്ടി വരും. G2 plus G3 ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് വിത്ത് ഫീഡ്ബാക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ 1. അത് സോൾവ് ചെയ്യാം. നെക്സ്റ്റ് സീരീസ് കണക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞാൽ ആ സീരീസ് കണക്ഷൻ G2H1 by G2 plus G3 ആയിട്ട് ഫീഡ്ബാക്ക് കണക്ഷൻ ആണ്. ഫീഡ്ബാക്ക് ലൂപ്പ് എലിമിനേറ്റ് ചെയ്യുന്ന വെച്ചിട്ട് സോൾവ് ചെയ്യാം. ലാസ്റ്റ് R/C എടുക്കാം. അടുത്ത എക്സാമ്പിൾ, ഈ ബ്ലോക്ക് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് വരച്ചാൽ മതി. ആൻസറായി G1 G3 പാരലൽ G2H1 ഫീഡ്ബാക്ക്. സോൾവ് ചെയ്യാം. ഇത് 2 എക്സാമ്പിൾസ് ആണ് ചെയ്ത് നോക്കാനായിട്ട്. ഇവിടെയും നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ സമ്മിങ് പോയിന്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ആഫ്റ്റർ G2 ടു ബിഫോർ G2 നമുക്ക് 2 സമ്മിങ് പോയിന്റ് അഡ്ജസന്റ് ആയിട്ട് വരും. ഇന്റർചേഞ്ച് ചെയ്യാം, പിന്നെ എളുപ്പമാവും. 2 പാരലൽ ഒരു ഫീഡ്ബാക്ക് പാത്ത് കിട്ടും. സോൾവ് ചെയ്താൽ മതി. അടുത്ത ബ്ലോക്കിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനാൽ H1ലോട്ടുള്ള ടേക്ക് ഓഫ് പോയിന്റ് ബിഫോർ G4 അതാണ്. അത് ആഫ്റ്റർ G4 ആക്കാം. ഇപ്പൊ G3 G4 സീരീസ് ആയിട്ട് വരും. അത് H2 ആയിട്ട് ഫീഡ്ബാക്ക് വരും. ആ റെഡ്യൂസ് ചെയ്യുന്ന ബ്ലോക്ക് G2 ആയിട്ട് സീരീസ് വരും. ആ സ്റ്റെപ്പ് കഴിഞ്ഞാൽ, ഇത്രയും സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 1 ഉള്ള ഫീഡ്ബാക്ക് പാത്ത്, സമ്മിങ് പോയിന്റ് കഴിഞ്ഞിട്ടൊരു ഫീഡ്ബാക്ക് ഉണ്ട്, 1 ഉള്ള ഫീഡ്ബാക്ക് പാത്ത് ഉണ്ട്. ആ പാത്ത് നമ്മൾ റെഡ്യൂസ് ചെയ്ത ബ്ലോക്കിന്റെ ആഫ്റ്റർ ആക്കണം. റെഡ്യൂസ് ചെയ്ത ബ്ലോക്കിന്റെ ബിഫോർ ആയിട്ടായിരിക്കും നിൽക്കുന്നത്, ആഫ്റ്റർ ആക്കാം. ആഫ്റ്റർ ആക്കുമ്പോഴത്തേക്ക് H1 ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഇത് കിട്ടും. അത് സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫീഡ്ബാക്ക് പാത്തിന് കിട്ടും. അപ്പോൾ ആ രീതിയിൽ സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണ് പഠിക്കുന്നത്.